അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം IM വിജയൻ്റെ കുടുംബത്തെ. വൈഫിനെ മനസ്സിലായി. ഇത്രയധികം മക്കളുണ്ടോ വിജയന്? അയ്യോ അതില് സാറാ 3 പേരുള്ളൂ. ഇവര് 3 പേര്. ആരാണ് 3 പേര്? വലിയൊരു 3 പേര് അല്ലേ? പേരും അളിയന്റെ കുട്ടികളാണ്. അളിയന്റെ മക്കളാണ്. ഞാൻ വിചാരിച്ചു വിജയൻ ഗോളടിക്കണ മാതിരി. മൂത്താളായിരുന്നു ഇയാള്. മൂത്താളത് അർച്ചന, ആരോമൽ, അഭിരാമി. വൈഫിന്റെ പേര് രാജീവ്. രാജിയുടെ പേര് ഇപ്പൊ രാജിയാന്ന് വെച്ചാൽ രാജിയുടെ പേര് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 18 വർഷമായി. കാലോഹരനായിട്ട് നിൽക്കുന്ന സമയത്താണ് കല്യാണം. 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിലൊരു 2-3 കൊല്ലം 1.5 വർഷം മുമ്പ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പിച്ചല്ല, സ്നേഹിച്ചു നടന്നു. അല്ലല്ല, അതിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട് വിജയം പുറകെ പോയൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ബലൂൺ കൊടുക്കാൻ വേണ്ടി പോയതാ. അല്ല, ആ കഥ നമുക്ക് കേൾക്കണമല്ലോ. എന്തായാലും ഫുട്ബോളിന്റെ പുറകെ പോയ പോലെ ഞങ്ങളവിടെ കുറുക്കഞ്ചേരി പൂയി എന്ന് പറഞ്ഞൊരു പൂയുണ്ട്. ഇപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് പൂയം കാണാണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ കളി കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ നടക്കുമ്പോൾ വിജയം പോകണം. അപ്പോൾ ഒരു ഗമ്മല്ല നമുക്ക് കേൾക്കാൻ വേണ്ടി പൂരത്തിൻ്റെ ഇടയോടെ നടക്കുമ്പോൾ അപ്പോൾ രാജരാജൻ പന്ത് കളിക്കുന്ന ആളാണ്, എക്സ് മിലിറ്ററി ആണ്. അപ്പോൾ ആൾ പന്ത് കളിച്ചിട്ടുണ്ട് ആദ്യം. അത് സ്വയം വിജയനല്ലേ വെച്ചു. അതെ, എൻ്റെ ഫാമിലി എന്നിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി തന്നു. അളീനെ, ഇവിടുന്ന് അമ്മേനൊക്കെ പരിചയം. എന്നിട്ട് ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നാണ്. ഞാൻ പോണ വഴിക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാ ഈ കുട്ടി നമ്മുടെ അവിടെ ഒരു ഡാൻസ് കളിക്കാൻ, ഈ യുവജനോത്സവമൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിലുണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ കസിൻ്റെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ വന്നിട്ട് എൻ്റെ ആൽബൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് പണി. ഞാൻ ഉണ്ടായിരുന്ന എന്നോട് ചെറിയ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണണം. അവിടുന്ന് കണ്ടു, അങ്ങനെ ഇഷ്ടമായി. പിന്നെ നേരിട്ട് വീട്ടിൽ പോയി ചോദിച്ചു. അപ്പൊ പെണ്ണി ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? അല്ല, ഗ്ലാമർ ഉണ്ടല്ലോ സാർ. അതിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം വിജയം പറയായിരുന്നു നിങ്ങൾ പറഞ്ഞതിന് മുമ്പേ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ ഞാനാണെന്നാണ് ഇവിടെ പറയാറുള്ളത്. ഭാര്യ പറയാറുള്ളത്. അല്ല, ഞാനപ്പോ ആലോചിക്കുകയും ചെയ്തു. കാരണം എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെ പറഞ്ഞു. അതാണ് ശരി. നമുക്ക് നിലനിൽപ്പില്ലല്ലോ അല്ലേ? അപ്പൊ ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ തന്നെയാണോ വിജയനോട് ഇഷ്ടം തോന്നിയത്? ഇല്ല, അന്ന് ഒരു 15 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. 16 വയസ്സ്. ഇല്ല, അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം ഉറപ്പിച്ചിട്ട് 16 വയസ്സിൽ കണ്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ആണല്ലേ അമ്പലത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് രാജി വിജയനോട് രണ്ടാളും ഇഷ്ടമായിട്ട് പറഞ്ഞു. രാജി ആദ്യം ചോദിച്ച വിജയനോട് എന്താണെന്നറിയോ? എനിക്കൊരു ബലൂൺ മേടിച്ചിരുന്നു. രണ്ടാളും ചെറുതന്നെയായിരുന്നു. രണ്ടാൾക്ക് തക്കാളി ബലൂണൊക്കെ മേടിച്ചോണ്ട് ചെറിയ കുട്ടിയല്ല കളിച്ചോട്ടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊലക്ക് കൊടുക്കുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ മുന്നേ അമ്പലത്തിലൊക്കെ ഇവിടെ ഡാൻസ് കളിക്കണോ? ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയാതെ സാറേ എനിക്ക്. ഇവിടെ ഡാൻസ് കളിക്കാൻ കാണേണ്ട സാർ ഇരുന്നുണ്ട്. അറിയണ്ട ഇതിനെ കുറിച്ച് വല്ലതും. ഭരതനാട്യം ഇതൊക്കെ അല്ലേ നമുക്ക് കണ്ട് വല്ല അറിയാം. കുച്ചിപ്പുടിയൊക്കെ കളിക്കണത് നമുക്കെല്ലാം മനസ്സിലാവും. ഗുരുവായൂർ ഡാൻസ് കളിക്കുക രാത്രി 2 മണി 3 മണിക്കൊക്കെ. എന്നിട്ട് ആദ്യം ഇരുന്ന് കാണാൻ. എന്നിട്ട് അവിടുന്ന് ബസ്സിന് ഉണ്ട് തൃശ്ശൂർ. നല്ല സുഖമല്ലേ? എത്രയിലാണ് പഠിക്കുന്നത്? 10th. ഈ വർഷം 10th ആകുന്നു. എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അച്ഛനെ പോലെ എങ്ങനെ പഠിക്കാൻ? അച്ഛനെ പോലെ തന്നെ പിടിക്കണോ? അല്ല, അച്ഛൻ ഭയങ്കര പിടിക്കനായിരുന്നു പഠിക്കാൻ. ഒരു ക്ലാസ്സിൽ 5 വർഷം പഠിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാറുണ്ടോ? അപ്പൊ അച്ഛനെ പോലെ വലിയ ഫുട്ബോളർ ആവണമെന്നാണോ മോഹം? അച്ഛന്റെ കളി കാണാറുണ്ടായിരുന്നു? പഴയ കളികളൊക്കെ കാണും അല്ലേ? പോവായിരുന്നു. അച്ഛൻ സിനിമയിൽ അഭിനയിച്ചിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? കൂടുതൽ എന്നാലും ചേരുന്നത് ഫുട്ബോൾ തന്നെയല്ലേ ഫിലിമിനേക്കാൾ. പക്ഷെ എന്താ അഭിനയായാലും നല്ല രീതിയിൽ ചെയ്തു. ശാന്തം ഇഷ്ടപ്പെട്ടില്ല? ശാന്തം നല്ല ഫിലിമായിരുന്നു, ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇപ്പൊ ജയരാജ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ വൈഫിനോട് പറഞ്ഞോ? ഞാനത് നല്ലൊരു രസം സാറേ. ഞാനങ്ങനെ 2 പേര് ഫംഗ്ഷൻ ഇരിക്കുകയാണ്, ഗസ്റ്റാണ് 2 പേര്. ചേട്ടൻ പറഞ്ഞ അടുത്ത് കളി കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ എന്നോട് ഡയലോഗ് പറഞ്ഞു. എനിക്കതിന് അർത്ഥം മനസ്സിലായി. നിൻ്റെ കാലിൻ്റെ ഉള്ളതിനേക്കാളും എനിക്കിഷ്ടം നിൻ്റെ ഫേസാന്ന് പറഞ്ഞു. എനിക്കത് എന്നിട്ട് മനസ്സിലായില്ല. ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കണത് അടുത്ത പടത്തിൽ അഭിനയിക്കുകയെന്ന് വെച്ചാൽ സാറ് കളിയാക്കാണോന്ന് ചോദിച്ചു.
അല്ല ഞാൻ കണ്ണാടി നോക്കാറുണ്ടാണ് ചോദിച്ചത് പടത്തിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായി. അത് എന്നിട്ട് സാറ് ഞങ്ങൾ സ്റ്റേജിൽ കയറി സമ്മാനം കൊടുക്കാനും സാറിൻ്റെ സ്പീച്ചിൽ ഓപ്പണായിട്ട് പറഞ്ഞു അടുത്ത എൻ്റെ പടത്തിൽ വിജയനാണ് നായകൻ എന്നല്ല അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിക്കട്ടേന്ന് പറഞ്ഞു. സാറ് രാജുവിട്ട് ഒന്ന് ചോദിക്കണ്ടേ. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, വിജയനെ നേരത്തെ പലയിടത്തും പല സമയത്തൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് മാലയും അതും ഇതൊക്കെ ഇട്ടിട്ട് വളയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഭയങ്കര കോലത്തിലേക്കാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ അതെന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചോ പറഞ്ഞു ഞാനിപ്പോ പോലീസല്ലേ സാറേ, പോലീസായപ്പോ ഡീസൻ്റ് ആയിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ. കാരണം ആദ്യമേ ഞാൻ കളിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, കറുപ്പ് ചരടും കഴുത്തിൽ കുറെ മാലയും ഇതൊക്കെ യൂസ് ചെയ്യും. ഇപ്പൊ ഒരു ചരടുമ്പോൾ നിർത്തിക്കാം, വേഷയില്ല സാറുമാരെ ബാക്കിലിരിക്കുന്ന യൂണിഫോം ഇട്ട് വരണ കാണാറുണ്ടോ? ഡെയിലി യൂണിഫോം ഇട്ടാണ്? യൂണിഫോം ഇട്ട് പോകണം സാറേ. വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ടാണ് പോകണം? ഞാൻ തൊട്ടടുത്തല്ല. നഷ്ടബോധം തോന്നല്ലേ ശരിക്കും? അന്ന് ജോയിൻ ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ റാങ്ക് വലിയ റാങ്കിൽ എത്തുമായിരുന്നു. ശരിയാണ് സാറേ. ഞാൻ പോകുമ്പോൾ എസ് ആയിട്ടാണ് പോയത്. അപ്പം എനിക്കൊരു ഡബിൾ പ്രൊമോഷൻ, അത് ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്യാണ്ട് പോയി വലിയൊരു നഷ്ടമായിട്ട് തോന്നി.